കോഴിക്കോട് തൊണ്ടയാട് ദേശീയപാത സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. മാസങ്ങൾക്ക് മുൻപ് പണി പൂർത്തിയായ റോഡാണ് തകർന്നത്. വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷ, എന്താണ് വിവരങ്ങൾ? അസിത പ്രജിൻ, ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. വലിയ ചരക്ക് ലോറി കയറിയതോടുകൂടിയാണ് റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലേക്കായി മാറിയത്. 6 മാസം മുൻപാണ് ഈ തൊണ്ടയാട് ദേശീയപാതയ്ക്ക് സമീപമുള്ള സർവീസ് റോഡിന്റെ പണി പൂർത്തിയായത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം കട്ടി കുറഞ്ഞൊരു സ്ലാബാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇത് താഴെ ഭാഗം ശൂന്യമാണെന്നുള്ളതുമാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ളൊരു അപകട സാധ്യത തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. രാവിലെ നാട്ടുകാരാണ് ഈ ഭാഗത്ത് ഈ അടയാളങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. വാഹനങ്ങളെല്ലാം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കടത്തിവിടുന്നതാണ് നമ്മൾ കാണുന്നത്. നിലവിൽ ഇപ്പോഴാണ് ഈ പണിക്കാരെല്ലാം ഇവിടെ എത്തിയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടാവസ്ഥ റോഡിലുണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം ഇടപെട്ടുകൊണ്ടാണ് ആ അവസ്ഥ പരിഹരിച്ചു പോന്നിരുന്നത്. നിലവിൽ ഇവിടെ സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ പലതുമുണ്ട്. ഇവിടേക്കെല്ലാം വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത്. അവിടെയാണ് ഈ അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. നമുക്കിവിടെ നാട്ടുകാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് ഉണ്ടായത്? 11 മണിക്ക് ഒരു ലോഡിങ് വണ്ടി പോയപ്പം ഒരു ഭയങ്കര ശബ്ദം. ആ വണ്ടി കുറച്ച് മുന്നോട്ട് വന്ന് ഓഫായി. പിന്നെ അവരെ ആൾ വന്ന് വണ്ടി എടുത്തിട്ട് വേറെ എന്തൊക്കെ സംവിധാനം ചെയ്ത് പോയി. ഇപ്പോൾ ഇത് പൊട്ടാനുള്ള കാരണം വേറൊരു വണ്ടി വന്നിട്ട് ഒരു ഇതേമാതിരി കയറ്റി കയറിയുമ്പം ഭയങ്കര ഒരു ശബ്ദം, അത് പൊട്ടിപ്പോയി. ആ ഭാഗത്തേക്ക് ഈ അവസ്ഥ തന്നെയാണല്ലേ മുന്നോട്ട് പോകുമ്പോഴും? ഒക്കെ ഈ സ്ലാബൊക്കെ അങ്ങനെ തന്നെ, ഒക്കെ ഭയങ്കര കടികളാണ്. വണ്ടി പോകുമ്പോൾ ഭയങ്കര ശബ്ദമാണ്. നിങ്ങളാണ് ഇവിടെ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഇവിടെ ബിൽഡിങ്ങിൽ ജോലി ചെയ്യുന്നതാണ്. ബ്ലോക്ക് ആയിരിക്കും അല്ലേ? അന്നേരം ബ്ലോക്ക് വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് വരുന്നത്. ഈ ചെടികളും സാധനമൊക്കെ വെച്ചിട്ടില്ലെങ്കിൽ സ്പീഡിൽ വരുന്ന ബൈക്കൊക്കെ ഇതിൽ കുടുങ്ങി പോവാണ്. നമ്മളൊരു ഏകദേശം ഒരു 3 വർഷത്തോളം ഈ റോഡിന്റെ ദുരിതത്തിന് വേണ്ടി എല്ലാ സഹകരണം ചെയ്ത് അനുഭവിച്ചതാണ്. ഇപ്പോഴും ദുരിതം തീർന്നില്ല, പണി തീർന്നിട്ടും വീണ്ടും ഇതുമായുള്ള പൊട്ടലും ബുദ്ധിമുട്ടുകളും. ഈ ഒരു റോഡ് ഇത് ഗവൺമെന്റ് സ്ഥലമാണ്. ഇതിലൊന്ന് ഈ പൈപ്പ് ഇട്ടുണ്ടെങ്കിൽ അത്രയും വീതിയിൽ ഈ റോഡ് കൊണ്ടുവരാനും ഈ ഓവിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും പറ്റും. ബാക്കിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇത് ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സ്ഥലമാണിത്. ഗ്യാപ്പിലിട്ടത് കട്ടി കുറഞ്ഞ സ്ലാബാണ്. കട്ടി കുറഞ്ഞതല്ല, കോൺക്രീറ്റ് കണ്ടില്ല നിങ്ങൾ ഈ ഹോളോബ്രിക്കുമായി ഇത് കിടക്കുന്നത്. അവിടെയൊക്കെ അതേമാതിരി ഹൈറ്റ് വ്യത്യാസമാണ്, ഭയങ്കര ഹൈറ്റ് വ്യത്യാസത്തിലാണ് കിടക്കുന്നത്. വണ്ടി പോകുമ്പോൾ ഇത് ഭയങ്കര ഹൈറ്റിൽ ചാടുമ്പോഴാണ് ഇതിന് പ്രഷർ വരുന്നത്. ആ പ്രഷർ വരുന്നതിനെ കൊണ്ടാണ് പൊട്ടി വരുന്നത്. വാട്ടർ ലെവൽ കറക്റ്റ് അല്ല. ഇത് വേറെ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് സ്ലാബ് ഇടുന്നത്. ഇതിന്റെ വാട്ടർ ലെവൽ വെച്ചിട്ട് ഇവിടുന്ന് ഉണ്ടാക്കിയതൊന്നുമല്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പുറമൊക്കെ ഉണ്ട്, അപ്പുറമുള്ള സ്ലാബൊക്കെ വണ്ടി പോകുന്ന ടൈമിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇത് അടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പുറം പൊട്ടും. ഭയങ്കര ബുദ്ധിമുട്ട്. 2 വീലർ കയറി ഇറക്കുമ്പോൾ അതിന്റെ ബെയറിങ് പൊട്ടിപ്പോവാ. ഒക്കെ അനുഭവിച്ച എത്രയോ കുട്ടികളുണ്ട് ഇവിടെ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ. അതാണ് അസിത പ്രജിൻ. എന്തായാലും ഈ സർവീസ് റോഡിന്റെ പ്രവൃത്തിയിൽ ജനങ്ങളാരും തൃപ്തരല്ല. കാരണം റോഡ് ഒരേ ലെവലിലല്ല നിർമ്മിച്ചിരിക്കുന്നത്. സ്ലാബുകൾ ഇട്ട് ഈ ഒരു ഹൈറ്റ് താഴ്ന്നും പൊന്തിയുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 വീലറുമായി പോകുന്ന ആളുകളടക്കം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം. അപ്പോഴും പല ഭാഗങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ മറ്റു ഭാഗങ്ങളിലും സംഭവിക്കുമെന്നുള്ള ആശങ്കയും ഇവർക്കുണ്ട്. അസിത പ്രജിൻ. ശരി, വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ വായിച്ചു തരുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ ഒരു നാട്ടുകാരൻ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുത്തെ വാട്ടർ ലെവൽ നോക്കാതെ വന്ന് പണി പൂർത്തിയാക്കി പോയതാണ്. അതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് അവർ തന്നെ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.